കൊച്ചിയിൽ 17 വയസ്സുകാരന്റെ കൈ പോലീസ് തല്ലി ഒടിച്ചുവെന്ന് പരാതി. എല്ല് വളയുന്ന സ്കാളിയോസിസ് രോഗമുള്ള 17 വയസ്സുകാരനെയാണ് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അതിക്രൂരമായി മർദ്ദിച്ചത്. 5 പോലീസുകാർ ചേർന്ന് നിലത്ത് കിടത്തി തലയിൽ ചവിട്ടിയാണ് കൈ രണ്ടും തല്ലി ഒടിച്ചതെന്നും 17കാരൻ ന്യൂസ് മലയാളത്തോട് പറയുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് സൈഡിൽ നിന്ന് കുറെ നേരമായിട്ട് നോക്കണു. ഞാനാണെങ്കിൽ കാര്യമാക്കിയില്ല. ആള് പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു ആളോട് എന്താണ് വീഡിയോ എടുക്കണത്. ഇയാള് പിന്നെ ഒരു ID കാർഡ് കാണിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇയാള് പിന്നെ പുറകെ വന്നിട്ട് ശല്യപ്പെടുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പെൺകുട്ടീനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയതിനു ശേഷം ഇയാളെ അടുത്തേക്ക് വന്നു. എന്നെ ഇങ്ങനെ പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പുറകെ വന്നിട്ട് ലാസ്റ്റ് ഞാൻ കയറി അടിച്ചു. ആളെ അടുത്തോട്ട് പോയി സംസാരിച്ച് വാക്കുകൾക്കായി അടിച്ചു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു 6 മണി 7 മണിയാകുന്ന സമയത്ത് ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു 5-6 പേര് ഗുണ്ടകളെ പോലെ 5-7 പേരുണ്ട്. വലിച്ചു കയറ്റിയിട്ട് ഗുണ്ടകളെ പോലെ വലിച്ചു കയറ്റിയിട്ട് ആരാന്നറിയില്ല, യൂണിഫോം ഉണ്ടായിരുന്നില്ല ആർക്കും. വലിച്ചു കയറ്റിയിട്ട് ഇവർ കുറേ ഇടിച്ചു സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയിട്ട് കാറിൻ്റെ അകത്ത് ഒരു 10-15 മിനിറ്റോളം. അത് കഴിഞ്ഞ് ഇവർ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്നും കുറേ മർദ്ദിച്ചു. ബാക്കിൽ കുനിച്ചിരുത്തി കുറേ അടിച്ചു. പിന്നെ കാലിൻ്റെ അടിയിൽ ചൂരിൽ വെച്ചടിച്ചു. എന്നോട് പറയല്ലേന്ന് പറഞ്ഞു. വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം, വേറെ കേസൊക്കെ എടുത്തിട്ടും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പോലീസ് മർദ്ദിച്ചത് പിതാവ് നഷ്ടപ്പെട്ട കുട്ടിയെന്നും വിഷാദ രോഗിയെന്നും 17കാരന്റെ അമ്മ. അവന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്രഷനായിട്ടുള്ള രോഗമാണ് അവനക്ക് ഉള്ളത്. 9 വയസ്സ് തൊട്ടിട്ടുള്ളതാണ് അവന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണം. ഇക്ക മരിച്ചതിന് ശേഷം അവന് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം അവന് ഡിപ്രഷന്റെ ഗുളിക പോയി അടുത്ത് വിനീത എന്ന് പറഞ്ഞൊരു ഡോക്ടറെയാണ് ഇവിടെ കാണിക്കേണ്ടായത്. അപ്പോൾ അവനക്ക് ഇത് മരുന്ന് 2-3 ദിവസമായിട്ട് അവന് മരുന്ന് നിർത്തിയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞത് അവന് ഫുൾ കിടന്നുറങ്ങുക, ഇങ്ങനെ ലേസി ആയിട്ടിരിക്കുക, ഈ മരുന്നിന്റെ ഇത് കാരണം അവന് ഒരു ചടുങ്ങി കൂടി ഇരിക്കുക. അപ്പം ഞാൻ പറഞ്ഞതാ, ഒന്ന് നിർത്തി നോക്ക്, കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അവനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനക്ക് സാധാ നിൽക്കുന്ന ഒരു കുഴപ്പമുണ്ടാവില്ല, അവന് ഓക്കെയാണ്. പക്ഷെ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്യുക, ദേഷ്യം പിടിപ്പിക്കുക, അവനക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കമ്മീഷണറുടെ പ്രതികരണത്തിലേക്ക്. ഒരു ASI ഔദ്യോഗികപരമായ ഒരു കൃത്യത്തിന് വേണ്ടിയാണ് അവിടെ പോയത്. അപ്പോൾ അതിൽ ഒരു പയ്യൻ 17 വയസ്സുകാരനാണ്. ഇദ്ദേഹത്തിനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 5 സ്റ്റിച്ച് ഉണ്ട് അത് ഭാഗമായിട്ട്. സോ കംപ്ലയിൻറ്റ് പ്രകാരം നമ്മൾ കേസെടുത്തു, ആളെ ഐഡൻറ്റിഫൈ ചെയ്തു. ബാക്കി ഒരു ജുവനൈൽ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ ആവശ്യമുള്ള നടപടികൾ നമ്മൾ എടുക്കും. പ്രകോപനം എന്തിനാണ് ആയത് എന്ന വിവരങ്ങൾ നമ്മൾ ഇനി പ്രോപ്പറായി അന്വേഷിക്കാനുണ്ട്. അത് കാര്യമായ രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട്. സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി. സഹിൻ, ഇത്രയും പ്രകോപനമുണ്ടായി, ഒരു കൊച്ചുകുട്ടി ഇത്തരത്തിലൊക്കെ ഉപദ്രവിക്കാൻ മാത്രം എന്താണ് ഈ സംഭവം? അത് മാത്രവുമല്ല, ഇനിയിപ്പോൾ എന്ത് കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അത് തന്നെയാണ്. അതായത് ഈ കുട്ടിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഫ്തിയിലുള്ള ASI വന്ന വീഡിയോ എടുത്തു എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. തുടർന്ന് ഈ കുട്ടിയെ ASIയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും അത് അടിപിടിയിൽ കലാശിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ അറിയില്ലായിരുന്നു ഈ താൻ ആക്രമിച്ചത് പോലീസുകാരനെയാണെന്നുള്ളത്. പിന്നീട് മാതാവുമായി സംസാരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് 7ഓളം വരുന്ന പോലീസുകാർ 2 വാഹനങ്ങളിലായി വന്ന് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതും കലൂർ സ്റ്റേഡിയത്തിന് പിന്നിലിട്ട് 15 മിനിറ്റോളം കാര്യമായി മർദ്ദിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി വീണ്ടും മർദ്ദിച്ചു. എന്തായാലും പോലീസുകാരുടെ മർദ്ദനത്തിൽ ഈ 17 വയസ്സുകാരന് ക്രൂരമായി പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശരീരത്തിലാകമാനം നീരുകെട്ടി കിടക്കുന്നുണ്ട്. പോരാത്തതിന് 2 കൈയും പോലീസുകാർ തല്ലി ഓടിച്ചിട്ടുണ്ട്. അത് തലയിൽ ചവിട്ടി പിടിച്ചാണ് ഈ 2 കൈയും തല്ലി ഓടിച്ചത് എന്നുള്ളതാണ് ഈ 17 വയസ്സുകാരൻ പറയുന്നത്. മാത്രമല്ല, ഈ 17 വയസ്സുകാരനെ പോലീസ് മർദ്ദിക്കുന്നത് അമ്മ ഫോണിലൂടെ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പോലീസുകാരെത്തി മർദ്ദിച്ച കൈ രണ്ടും തല്ലി ഓടിക്കുന്നത്. എന്തായാലും ഇതെല്ലാം സംബന്ധിച്ച് അവരിപ്പോൾ ബാലാവകാശ കമ്മീഷനും ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും കൂടാതെ DGPക്ക് അടക്കം പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള പരാതി അവർ നൽകുകയും ചെയ്യും. എപ്പോഴും സിറ്റി പോലീസ് കമ്മീഷണർ ഈ 17 വയസ്സുകാരനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ ഒരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതിര.